എല്ലാവർക്കും C4 ക്ലാരിറ്റിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എന്താണ് ആൽഫബറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഓർത്ത് വയ്ക്കാനുള്ള ഒരു ട്രിക്കാണ്. പിന്നെ അത് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞ പോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. പിന്നെ കോഡ് ലാംഗ്വേജ് വേർഡ് ക്ലോക്ക് ഈസ് കോഡഡ് ആസ് XOLXP. ഒരു ക്ലോക്ക് എന്നുള്ള വാക്കിന് തന്നിട്ടുള്ള കോഡ് XOLXP എന്നാണ്. ഓക്കെ, ഇതേ രീതിയിൽ ലോട്ടസ് എന്ന വാക്കിന് ഹൗ ഈസ് ലോട്ടസ് കോഡഡ് ഇൻ സെയിം കോഡ് ലാംഗ്വേജ്. അപ്പോൾ ക്ലോക്ക് എന്നെഴുതുമ്പോൾ ഇതിൻ്റെ കോഡ് ഓരോ ലെറ്ററിൻ്റെയും കോഡ് അതിൻ്റെ താഴെ തന്നെ. സിയുടെ കോഡ് X ആണ്, എല്ലിൻ്റെ കോഡ് O ആണ്, ഓയുടെ കോഡ് L ആണ്, സിയുടെ കോഡ് X ആണ്, കെയുടെ കോഡ് P ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ X ആണ്, എല്ലിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ O ആണ്, ഓയുടെ ഓപ്പോസിറ്റ് ലെറ്റർ L ആണ്, സിയുടെ X ആണ്, കെയുടെ ഓപ്പോസിറ്റ് ലെറ്റർ P ആണ്. ഇതേ രീതിയിൽ ലോട്ടസ് എന്ന വാക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഇപ്പം ഈ ക്ലോക്കിൽ കോഡായി തന്നിട്ടുള്ള എല്ലാ വാക്കുകളുടെയും ഓരോ ലെറ്ററിൻ്റെയും ആൽഫബറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ലെറ്റർ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ലോട്ടസ് എഴുതുമ്പോൾ എല്ലിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ O ആണ്, ഓയുടെ ഓപ്പോസിറ്റ് ലെറ്റർ L ആണ്, ടിയുടെ G ആണ്, ഓക്കെ, യുവിൻ്റെ F ആണ്, എസിൻ്റെ H ആണ്. ഇപ്പോൾ ലോട്ടസ് എന്ന വാക്കിൻ്റെ കോഡ് എന്ന് പറയുന്നത് OLFH ആണ്, അതായത് ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാമറ if camera is coded as ZIVNZX, how is chakra coded in same language? അപ്പോൾ സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ, അപ്പോൾ ക്യാമറ എന്ന വാക്കിൻ്റെ കോഡ് ZIVNZX ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ചക്ര എന്ന വാക്കിൻ്റെ കോഡ് എന്തായിരിക്കും? അപ്പോൾ സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ, എയുടെ ഓപ്പോസിറ്റ് ലെറ്റർ, എമ്മിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ, ഇയുടെ ഓപ്പോസിറ്റ് ലെറ്റർ, ആറിൻ്റെ എയുടെ, ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് ZIVNZX. അത് ഏതൊക്കെ വാക്കുകളുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇതേ രീതിയിൽ ചക്ര എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ കോഡ് എന്തായിരിക്കും? ഈ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൻ്റെ കോഡ് സ്ഥിരം എന്ത് ചെയ്യുക, നമ്മൾ കാണാപ്പാഠം പഠിക്കും. ഓക്കെ, പിന്നെ ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്സ്, എത്ര ടൈപ്പ് ചോദ്യങ്ങൾ ആ ടോപ്പിക്കിൽ നിന്ന് വരും, അപ്പം അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഒരു സീരീസ് പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും.